ഗൈസ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് ബംഗളൂരു എഫ് സിയിൽ കളിച്ചിരുന്ന രണ്ട് താരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ആണ്. നമ്പർ 1 യുവാനാൻ എന്ന് പറയുന്ന താരം അദ്ദേഹം തൻ്റെ റിട്ടയർമെൻറ്റ് പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ വഴി. നമുക്കറിയാമല്ലോ അദ്ദേഹം ദീർഘകാലം ബംഗളൂരു എഫ് സിയിൽ കളിച്ചിരുന്നു. ഒരു സ്പാനിഷ് സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള താരമാണ്. 2016 മുതൽ അതായത് ബംഗളൂരു എഫ് സി ISL എത്തുന്നതിന് മുമ്പ് ഐ ലീഗിലായിരുന്ന സമയത്തും അവരുടെ ഒരു ക്ലബിനോടൊപ്പം ഉണ്ടായിരുന്ന താരമായിരുന്നു. അതിനുശേഷം ഒരു സീസണിൽ HFCയിലും കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു കരിയർ തന്നെയായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എന്ന് പറയാം. കാരണം ബംഗളൂരു എഫ് സിക്കൊപ്പം ISL കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട്. HFCക്കൊപ്പം ഒരു സീസണിലെ കളിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. പിന്നെ ബംഗളൂരു എഫ് സിക്കൊപ്പം AFC കപ്പിൻ്റെ ഫൈനൽ കളിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ സൂപ്പർ കപ്പ് സ്വന്തമാക്കി, ഫെഡറേഷൻ കപ്പ് സ്വന്തമാക്കി. അങ്ങനെ ഒരു നല്ല കരിയറായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു ജോൺ ജോൺസൺ യുവാനാൻ കോംബോ വളരെ മികച്ചതായിരുന്നു ഒരു ഡിഫൻസിലെ. അതും ബംഗളൂരു എഫ് സിയുടെ ആ ഒരു നല്ല കാലത്ത് അവരുടെ ഒരു ഡിഫൻസിലെ ഒരു വാൾസ് തന്നെയായിരുന്നു അവരെന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. പിന്നെ യുവാനാനിലേക്ക് ഒരു 36 വയസ്സ് ആയിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ഏറ്റവും അവസാനം സോളർ എന്ന് പറഞ്ഞിട്ടൊരു ഫിഫ്ത്ത് ഡിവിഷൻ ക്ലബ്ബിലോ സ്പാനിഷ് 5th ഡിവിഷൻ ക്ലബ്ബിലോ മറ്റുമാണ് അദ്ദേഹം HFC വിട്ട ശേഷം ഈ കഴിഞ്ഞ വർഷം ജോയിൻ ചെയ്തിരുന്നത്. സോ ഇപ്പോഴാണ് അദ്ദേഹം തൻ്റെ ആ ഒരു കരിയർ എൻഡിങ് എന്നുള്ള തീരുമാനം അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. റയൽ മയോർക്കയുടെ ഒരു അക്കാഡമിക് പ്രൊഡക്റ്റായിട്ട് വന്ന താരമാണ്. റയൽ മാഡ്രിഡിൻ്റെ B ടീമിലൊക്കെ കളിച്ചിട്ടുള്ള താരം കൂടിയാണ് അദ്ദേഹം. അതുപോലെ കർട്ടിസ് മെയിൻ എന്ന് പറയുന്ന താരം ബംഗളൂരു എഫ് സിയിൽ ഇപ്പോൾ 2023-24 സീസണിലേക്ക് വേണ്ടി സൈൻ ചെയ്ത താരമാണ്. എന്നാൽ അദ്ദേഹം ജനുവരിയിൽ ക്ലബ്ബ് വിട്ടു എന്നുള്ള തരത്തിൽ അവർ തന്നെ അറിയിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹം സ്കോട്ടിഷ് പ്രീമിയർഷിപ്പിലേക്ക് തന്നെ, അതായത് സ്കോട്ടിഷ് ടോപ്പ് ടയറിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളതാണ്. ഡണ്ടി FC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബിലേക്കാണ് അദ്ദേഹം ചേക്കേറുന്നത് എന്നുള്ളതാണ്. കർട്ടിസ് മെയിൻ ഒരു സ്ട്രൈക്കിംഗ് സോണിലെ ഒരു മെയിൻ സ്ട്രൈക്കറായി മാറുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അത്ര മെയിൻ ആയില്ല എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിന് അത്ര ഗെയിം ടൈമും കിട്ടിയില്ല. 200 മിനിറ്റ്സോ മറ്റൊക്കെ അദ്ദേഹം ഈ ഒരു കാലയളവിൽ കളിച്ചിട്ടുള്ളൂ. 2 ഗോൾസ് അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലും സ്കോട്ടിഷ് പ്രീമിയർഷിപ്പിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തെ ISLലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം അവിടേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഇപ്പം സ്കോട്ടിഷ് പ്രീമിയർഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ 100-ന് മുകളിൽ അദ്ദേഹം മത്സരങ്ങൾ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ ഇംഗ്ലണ്ടിൽ ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ അദ്ദേഹം ചാമ്പ്യൻഷിപ്പ് 100ഓളം മത്സരങ്ങൾ ഉൾപ്പെടെ 200 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ളൊരു സ്ട്രൈക്കറാണ്. സോ അദ്ദേഹത്തിന് പറഞ്ഞതുപോലെ UK അല്ലെങ്കിൽ സ്കോട്ട്ലൻഡിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. എനിക്ക് തോന്നുന്നു ഇനി ഒരു ചേഞ്ചസ്, ഇപ്പം കോച്ചിനെയൊക്കെ സാക്ക് ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായില്ല, ആ ഒരു ഇതിൽ വന്നിട്ടുള്ളൊരു പ്ലെയറാണ്. സോ അതുകൊണ്ട് തന്നെ പുതിയ കോച്ചൊക്കെ വരുന്നൊരു സമയത്താണെങ്കിലും വേറൊരു ചേഞ്ചിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഇങ്ങനെയൊരു വിട്ടുകൊടുക്കൽ നടത്തിയിട്ടുള്ളത്. ഏതായാലും അദ്ദേഹത്തിനൊരു മികച്ച ക്ലബ്ബ് കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പം ഡണ്ടി FC എന്ന് പറഞ്ഞ ക്ലബ്ബ് സെക്കൻഡ് ടയറിൽ നിന്ന് കഴിഞ്ഞ സീസണിൽ മാത്രമാണ് പ്രൊമോട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഡിവിഷനിലേക്ക് എത്തിയത്. ഇപ്പോൾ ഒരു 12 ക്ലബ്ബുകളുള്ളൊരു ഈ ഒരു ലീഗിൽ 7ാം സ്ഥാനത്ത് നിൽക്കുന്നൊരു ക്ലബ്ബാണ്. സോ അവിടെ അദ്ദേഹത്തിന് എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടതാണ്. ഏതായാലും ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായും കമ്പോസ്റ്റ് ചെയ്യാൻ വരിക. സനിയ.